നമസ്കാരം. ഉത്രാടൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ മാതാപിതാക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരമുണ്ടായിത്തീരും. ഇതിനോടൊപ്പം തന്നെ കലാ, സാഹിത്യം, കായികം എന്നീ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരമുണ്ടായിത്തീരും. ഇതിനോടൊപ്പം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും നേതൃത്വത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് പര്യവസാനിപ്പിക്കുവാനും സാധിക്കും. ഏറ്റെടുത്ത ദൗത്യം പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. വ്യാപാര, വിപണന, വിതരണ മേഖലയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് അവലംബിക്കുന്ന ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളും ആധുനിക പ്രചരണ രീതികൾക്കും വളരെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇതിന്റെ വെളിച്ചത്തിൽ പുതിയ ചില കാഴ്ചപ്പാടുകളും പുതിയ ചില ആശയങ്ങളും അവലംബിക്കാൻ ഇടവരും. ഇതിന്റെ വെളിച്ചത്തിൽ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നു. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ചിരകാല അഭിലാഷ പ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ഒരുപക്ഷെ സകുടുംബം വികസിത രാഷ്ട്രത്തിൽ താമസിക്കാൻ തക്കവണ്ണമുള്ള അനുമതി ലഭിക്കുന്നത് വഴിയും ആശ്വാസത്തിന് യോഗമുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും അവരോടൊപ്പം അവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് 1-2 ദിവസം യാത്രയ്ക്കും സാധ്യതയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. വിദേശ ബന്ധമുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള കൃഷി രീതികൾക്ക് കഴിഞ്ഞ 1 മാസമായി അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുകയും ഇനിയും 1 മാസത്തേക്ക് കൂടി ഉണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും ഭാവിയിലെ ജോലി സാധ്യതകൾ മുൻകരുതലോടുകൂടിയതായിട്ടുള്ള പാഠ്യപദ്ധതികൾക്ക് മാത്രമേ ചേരാവൂ. അല്ലാത്ത പക്ഷം അത് തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തിയായ വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കും. നിലവിലുള്ള ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വലിയ ഗൃഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാൻ സാധ്യതയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥാവിശേഷം വന്നു ചേരും. കഫ, നീർദോഷ രോഗപീഠകൾക്ക് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് ഗുണകരമായി തീരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. പരമ്പരാഗത പാരമ്പര്യ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത് വഴി ആത്മവിശ്വാസത്തോടുകൂടി എന്നാൽ ശാസ്ത്രശാഖകളെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അഭിപ്രായ സമന്വയത്തോടു കൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമായുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കും. സംസ്കാരശൂന്യരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാൻ യോഗം കാണുന്നുണ്ട്. വിജ്ഞാനികളുടെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിന് ഭാഗമായിട്ട് സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കാനിടവരും. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനും ഒരുപക്ഷെ ശമ്പള വർധനവോടുകൂടി മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. രക്തസമ്മർദ്ദം ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. പഠിക്കുന്നവർക്ക് തൊഴിൽ ചെയ്യാനും ജോലിയിലുള്ളവർക്ക് പഠിക്കാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും പ്രാരംഭത്തിൽ ചില സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിത്തീരും. എന്നാൽ
അമിത വേഗതയിലുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള സ്വയമേവ ഉപയോഗിക്കുന്ന വാഹന ഉപയോഗമൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് ഈ മാസത്തിൽ നന്നായിരിക്കും. ഇതാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പുത്രപൗത്രാദികളോടൊപ്പം മംഗളകരമായിട്ട് ഓണം ആചരിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള ഒരു അവസരം വന്നു ചേരുന്നത് വഴി ഇനി മുതൽ അവരോടൊപ്പം താമസിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം തയ്യാറാകുവാനിടയുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നതൊക്കെ 5-6 മാസത്തിന് ശേഷമേ ഉണ്ടായി തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ജന്മനാട്ടിലുള്ള വീട് പൂട്ടിയിട്ട് അവരോടൊപ്പം താമസിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ 5-6 മാസമായിട്ട് വന്നു ചേരുന്നുണ്ട്. എന്നാൽ അതിനൊരു തീരുമാനം ഈ ഒരു മാസത്തിൽ എത്തിച്ചേരുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. ഒരുപക്ഷെ ചിലർക്ക് ഹ്രസ്വകാല പദ്ധതികളായിരിക്കാം, 9 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതായിരിക്കാം. എന്നാൽ മറ്റു ചിലർക്ക് 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളൊക്കെ ഏറ്റെടുക്കുവാനും ഒപ്പുവയ്ക്കുവാനും അതിനൊരു തുടക്കം കുറിക്കുവാനുമുള്ള ഒരു അവസരം ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ 6-7 മാസമായിട്ട് പല വിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതഗതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ചില ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും പ്രഭാഷണങ്ങളും കേൾക്കുന്നത് വഴി പല വിധത്തിലുള്ള മിഥ്യാധാരണകളും ദുസ്സംശയങ്ങളെല്ലാം ഒഴിവാക്കുവാനും ജീവിത യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുസരിച്ചുകൊണ്ടും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ജീവിതത്തെ നയിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസരം വന്നു ചേരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷത്തിന് യോഗം കാണുന്നുണ്ട്. ആശയവിനിമയങ്ങളിൽ സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും കർഷകന്റെ സഹായ സഹകരണത്തോടുകൂടിയും കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും അവർക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും ഇടയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുന്നത് വഴി വിദേശത്തുള്ളവരിൽ നിന്നും സാമ്പത്തികമായുള്ള സഹായം വന്നു ചേരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും ഈ ഒരു മാസത്തിൽ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിക്കും. എന്നാൽ സ്വല്പം ആശങ്ക വർദ്ധിക്കും. ഉദ്യോഗം ലഭിക്കുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. മാസത്തിന്റെ ഒടുവില് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോകുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആജ്ഞാനുവർത്തികളിൽ നിന്നും പദ്ധതികളുടെ പുതിയതായ രൂപം വന്നു ചേരുകയും ഒരുപക്ഷെ സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടും ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള പദ്ധതികളുമായതുകൊണ്ടും അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ആത്മവിമർശനം ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതിന് ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും ഒരുപക്ഷെ അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് വിദേശികളെയും സഹപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും ഓണം വിപുലമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങളെയും ചിലർക്ക് പകർച്ചവ്യാധിയും അതിജീവിക്കുന്നതിനുള്ള വഴിയൊരുക്കും. ഒരുപക്ഷെ അതിലൊരു പ്രതിരോധ ശക്തി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ ആവിഷ്കരണ ശൈലിക്ക്
അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുന്നതിന് ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ഒരു വിഹക വീക്ഷണം വേണ്ടി വരുവാനും ഇടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കും. അമിത ഭക്ഷണത്താൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും പ്രകൃതി ജീവൻ ഔഷധ രീതികളെ കൊണ്ട് രോഗശാന്തി വരുവാനും ഇനി മുതൽ ഭക്ഷണ ക്രമീകരണം, യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നതിന് ഭാഗമായിട്ട് അതിൻ്റെ ഒരു പാഠ്യപദ്ധതിക്ക് അഥവാ കോഴ്സിന് ചേരുവാൻ അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. ഏതൊരു കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഒരു പക്ഷേ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഗുരുകാരണവന്മാരുടെ ഉപദേശങ്ങളും അച്ഛനമ്മമാരുടെ അനുഗ്രഹാശീസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാനും തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.